കനൽ വഴികളിൽ വീണു പോയിടത്തു നിന്നും വിജയത്തിന്റെ ആകാശത്തേക്ക് ചിറകടിച്ചു പറക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ 18ന്റെ തിളക്കത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചരിത്രത്തിൽ ആദ്യമായി കിരീടത്തിൽ ചുംബനം ചാർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എങ്ങനെ മറക്കാനാണ്? കളിമുറ്റത്തെ പരാജയങ്ങളുടെ ഇരുണ്ട അധ്യായങ്ങളെയും വിമർശകരുടെ മൂർച്ചയേറിയ പരിഹാസങ്ങളെയും തങ്ങളുടെ പോരാട്ട വീരത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ റെഡ്സ് ആർമി കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഫൈനലിന്റെ പവിത്രഭൂമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. പിടിച്ചു നിൽക്കാനാവാതെ തലകുനിച്ച ഗുജറാത്തിന്റെ ചിത്രങ്ങളെ പടച്ചുവിട്ട പ്രൊഡ്യൂസറുടെ പേരാണ് രജത് പാട്ടിദാർ. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഗില്ലും കൂട്ടരും കരുതിയില്ല RCB പണിയുന്ന റൺമല താണ്ടാൻ കഴിയില്ലെന്ന്. 19 റൺസ് എടുത്ത് കോഹ്ലി സേഫ് സോണിലേക്ക് നീങ്ങുമെന്ന് കരുതിയതായിരുന്നു. അങ്ങനെ തന്നെയാണ് തുടങ്ങിയതും. 25 ബോളുകൾ നേരിട്ട വിരാട് കോഹ്ലി 43 അടിച്ചു കൂട്ടി. അതോടെ റെക്കോർഡും പിറന്നു. 6 IPL സീസണിൽ 600 തികക്കുന്ന ആദ്യ താരമായി മാറി. പിന്നീട് റബാഡയുടെ പ്രഹരം ഏറ്റുവീഴാനായിരുന്നു വിധി. ഒരു ഷോട്ടിന് തുനിഞ്ഞെങ്കിലും പന്ത് തട്ടിത്തെറിച്ച് സ്റ്റെമ്പിലേക്കായിരുന്നു. വിധി എഴുതേണ്ട നിർണായക നിമിഷങ്ങളിൽ തങ്ങൾ സർവ്വതും നൽകി വിശ്വസിച്ച ആ 37കാരൻ മടങ്ങുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദേവദത്ത് പടിക്കലും രജത് പാട്ടിദാറും ക്രൂണാൽ പാണ്ഡ്യയും ടിം ഡേവിഡുമുണ്ട്. എന്നാൽ നിർഭാഗ്യമെന്നോണം റബാഡയുടെ 8ാം ഓവർ RCB ആരാധകരുടെ നെഞ്ച് തകർക്കും വിധമാണ് ചീറിപ്പാഞ്ഞെത്തിയത്. കോഹ്ലിക്ക് പിന്നാലെ പടിക്കലിനുമടക്കം 19 പന്തിൽ 5 ഫോറുമടക്കം 30 താരത്തിന്റെ ഇന്നിങ്സ്. എങ്ങനെയൊക്കെ ആടിയുലഞ്ഞാലും പടം നയിക്കാൻ എന്തിനും പോകുന്നൊരു പടനായകൻ മുന്നിലുണ്ടാകുമ്പോൾ RCB ആരാധകർ എന്തിനു പേടിക്കണം? അയാൾ അവിടെയും അവതരിക്കണമെന്ന കൃത്യമായ ബോധ്യം അയാളിലെ പ്രതിഭയെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. കുരുക്കിടമെന്ന് കരുതിയ ഗുജറാത്ത് ബൗളേഴ്സിന് തെറ്റി. തലങ്ങും വിലങ്ങും എറിഞ്ഞിടാൻ ശ്രമിച്ചിട്ടും അയാൾ വീണില്ലായിരുന്നു. 33 പന്തുകളാണ് രജത് പാട്ടിദാർ നേരിട്ടത്. ധർമ്മശാലയിലെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഗുജറാത്തിന് തെളിമ പോരായിരുന്നു. 9 സിക്സറുകളാണ് RCBയുടെ വിജയത്തിൻ കഥകൾ പറഞ്ഞ് രജത് പാട്ടിദാറിന്റെ ബാറ്റിൽ നിന്നും 9 സിക്സറുകളാണ് RCBയുടെ വിജയത്തിൻ കഥകൾ പറഞ്ഞ് രജത് പാട്ടിദാറിന്റെ ബാറ്റിൽ നിന്നും പിറവിയെടുത്തത്. പിന്നാലെ 5 തവണ അതിർത്തി രേഖ കടന്ന ഫോറുകളും. എല്ലാമായപ്പോൾ ആർക്കു മുന്നിലും അടിപതറില്ലെന്ന പ്രഖ്യാപനത്തോടെ 93 റൺസുകളുടെ നേട്ടമായിരുന്നു അയാൾ നേടിയെടുത്തത്. ക്രൂണാൽ പാണ്ഡ്യയും തച്ചുടച്ച് കളിച്ചതോടെ 5 ഫോറുകളും 2 സിക്സറുകളും അടക്കം 43ന്റെ മികവ്. എന്നാൽ ടിം ഡേവിഡ് 4 ഒതുങ്ങിയപ്പോൾ ജിതേഷ് ശർമ്മ 5 ബോളിൽ 15 റൺസും എടുത്തു. പടപൊരുത്തിയവരെ പിടിച്ചുകെട്ടാൻ ഗുജറാത്തിന് പലകുറി അവസരങ്ങൾ ലഭിച്ചതായിരുന്നു. പക്ഷേ അതൊന്നും മുതലെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. എല്ലാത്തിനുമൊടുക്കം ഗുജറാത്തിന് മുന്നിൽ 254ന്റെ ഹിമാലയൻ ചലഞ്ചായിരുന്നു. ലക്ഷ്യം മനസ്സിൽ വ്യക്തമാണെങ്കിലും ക്രീസിൽ പ്രാവർത്തികമാക്കാൻ ഗുജറാത്തിന് സാധിച്ചില്ലായിരുന്നു. തുടക്കം സായി സുദർശനാണ്. 14 എടുത്ത് മടങ്ങിയതേ ഓർമ്മയുള്ളൂ. ദാ കിടക്കുന്നു ക്യാപ്റ്റൻ ഗില്ലും. അടിത്തറ പാകേണ്ടവർ അടിത്തറ ഇളക്കി തുലാസിലായതോടെ കാര്യങ്ങൾ ആകെ കൈവിട്ടുപോയി. എന്നാൽ ജോസ് ബട്ട്ലർ വന്നൊന്ന് മിന്നിച്ചെങ്കിലും 29ലേക്ക് അതൊതുങ്ങുകയായിരുന്നു. പിന്നെ വന്ന സിന്ധുവിനോ സുന്ദർക്കോ ഹോൾഡറിനോ തിളങ്ങാനുമായില്ല. അക്കമില്ലാത്ത ഹോൾഡറുടെ ബാറ്റിങ്ങും ഒറ്റക്കത്തിൽ മടങ്ങിയ സിന്ധുവും സുന്ദറും ഗുജറാത്തിന്റെ പതനത്തിന് ആക്കം കൂട്ടി. പരക്കെ നിരാശ പരന്നു കിടക്കുമ്പോൾ തെവാത്തിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരുപക്ഷെ കിരീടത്തോടുള്ള അടങ്ങാത്ത മോഹഭാരമായിരിക്കാം, അല്ലെങ്കിൽ സഹതാരങ്ങളുടെ മാനം കാക്കാനുള്ള സൗഹൃദ ബന്ധമായിരിക്കാം. ആ ബോധ്യത്തിൽ നിന്ന് പിറന്നതാണ് 8 ഫോറുകളും 4 സിക്സറുകളും. എന്നാൽ 68ഓടെയുള്ള മടക്കം അത്ര നല്ല സന്ദേശമല്ല നൽകിയത്. പിന്നെ വന്നവരെല്ലാം നിരാശയുടെ അടയാളക്കുറിയായി അവസാനിച്ചതോടെ കാര്യങ്ങളുടെ ട്രാക്ക് RCBയുടെ കരങ്ങളിലേക്ക് മാറി. ഡെഫിയും ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും സലാമും പാണ്ഡ്യയും വിക്കറ്റുകൾ പിഴുതതോടെ ഒരു വമ്പൻ തോൽവി ഗുജറാത്തിന് നേരിടേണ്ടി വന്നു. 19 ഓവർ തികക്കാനാവാതെയായിരുന്നു ഗുജറാത്ത് ബാറ്റർമാരുടെ മടക്കം. ഒടുക്കം 92 റൺസിന്റെ ഫൈനൽ ടിക്കറ്റ് വിജയമുറപ്പിക്കുമ്പോൾ അനർഘ നിമിഷങ്ങളാൽ വെമ്പൽ കൊള്ളുന്ന ആരാധക കൂട്ടങ്ങളുടെ ആഹ്ലാദ ശബ്ദങ്ങളായിരുന്നു സ്റ്റേഡിയത്തിൽ കേട്ടത്. ഇന്ന് നടക്കുന്ന HRSഉം രാജസ്ഥാൻ റോയൽസ് പോരാട്ടത്തിൽ വിജയിക്കുന്നവർ ക്വാളിഫയർ 2-ൽ
ഗുജറാത്തിനെ നേരിടുന്നതോടെ ഫൈനൽ ചിത്രം തെളിയും. അന്നേ എല്ലാവരും പറഞ്ഞതാണ്, ഇത്തവണ RCB കിരീടം നേടാനല്ല, അതിൻ്റെ പകിട്ടലങ്കാരങ്ങളും നിലനിർത്താനാണ് വരുന്നതെന്ന്. 18 വർഷം പുച്ഛിച്ചവർക്കും കുത്തുവാക്കുകളാൽ മനം തകർന്നവർക്കും ഇതൊരു ഇരട്ട പ്രഹരമാകുമോ എന്നത് കണ്ടറിയണം.